ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് തന്നെ നമ്മുടെ കൊണാമി നമ്മുടെ ഈ ഫുട്ബോളിൽ ഒരു ഫ്രീ എപ്പിക് കാർഡ് തരുന്നുണ്ട്. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഇവിടെ പോവുക, നമ്മുടെ ഇവൻറ്റ്സിൽ പോയി കഴിഞ്ഞാൽ ഇതവിടെ ടൂർണമെൻറ്റ്സ് ഉണ്ടല്ലോ. സോ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ. സോ ഇതിൽ ഗ്രൂപ്പ് സ്റ്റേജും ഉണ്ട്, നോക്കൗട്ടും ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഞാൻ പറഞ്ഞ ഈ എപ്പിക് ലെജൻഡ്, അതായത് ഡൊയ്ഫ് എന്നാണ് ആളുടെ പേര്. സോ ഇതാ കിടക്കണം, ഡൊയ്ഫ് എൽ ഹഡ്ജി ഡൊയ്ഫ് എന്നാട്ടുള്ള പേര്. അപ്പോൾ ആളൊരു 103 റേറ്റിംഗ് വേണം, 102 റേറ്റിംഗ് വേണം. ഒരു എപ്പിക് CF ആണ്. എന്തായാലും ഒരു വെറുത്ത് കാർഡായിരിക്കും, ഒന്നും പറയാല്ല. സോ എന്തായാലും ഗൈസ്, ഇന്നത്തെ നമ്മൾ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലെയറിൻ്റെ ഒരു പ്ലെയർ റിവ്യൂ ആണ് കേട്ടോ. പ്ലെയർ റിവ്യൂ വിത്ത് ഗെയിം പ്ലേ എന്ന് പറയാം. സോ അതിന് തന്നെ ആൾക്ക് കൊടുത്തിരിക്കുന്ന പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സോ ഡൊയ്ഫിനെ അപ്പോൾ കൊടുത്തിരുന്ന പ്രോഗ്രഷൻ പറയുന്നത് 10 ഷൂട്ടിങ്, 5 ഡ്രിബിളിങ്, അതുപോലെ തന്നെ 10 ഡിസ്ചാർജ്, 10 ലോ ബോഡി, 2 ഏരിയയിലാണ്. സോ അത്യാവശ്യം കിടില സ്റ്റാറ്റ്സ് തന്നെയാണ് നമുക്ക് ഈ ഡൊയ്ഫിന് കിട്ടണത്. സോ സ്റ്റാറ്റ്സിനെ അപ്പോൾ കാണിച്ചു തരാം. സോ ആൾ 21 ഏജുള്ള 180 ഹൈറ്റുള്ള ഒരു പ്ലെയറാണ് കേട്ടോ. സോ ലിവർപൂളിൻ്റെ പ്ലെയർ ആണ്. ലിവർപൂളിലൊക്കെ കളിച്ചിട്ടുണ്ട്. നമ്മുടെ സെനഗലാണ് ഇൻ്റർനാഷണൽ ടീം കേട്ടോ. അപ്പോൾ അത്യാവശ്യം 2002 സെനഗലിൻ്റെ ആണ്. സെനഗലൊക്കെ കൊല്ലം അടിപൊളിയായിരുന്നല്ലോ. അതുപോലെ തന്നെ ഗോൾ പോച്ചർ കാർഡാണ് കേട്ടോ ആളുടെ. പ്ലേസ്റ്റേഴ്സിന് മാസിങ് റണ്ണ്, അതുപോലെ തന്നെ സ്പീഡിങ് ബുള്ളിറ്റാണ്. സോ ആളുടെ ഓവറോൾ വന്നിരിക്കുന്നത് 102 ആണ്. 103 പോകും ഒന്നും കൂടി പടക്കുകയാണെങ്കിൽ. സോ അറ്റാക്ക് അവർനെസ് 90 ഉണ്ട്, ബോൾ കൺട്രോൾ 82, ഡ്രിബിളിങ് 87, ടൈറ്റ് പൊസിഷൻ 81. കുഴപ്പമില്ല, ഒരു CFന് വേണ്ട ഒരു സെറ്റ് ഡ്രിബിളിങ് ഉണ്ട്. സോ ഫിനിഷിങ് 91 ഉണ്ട്, അതുപോലെ തന്നെ സ്പീഡ് 94, ആക്സിലേഷൻ 93, കിക്കിംഗ് പവർ 88, സ്റ്റാമിന 94, ബാലൻസ് 87. സോ കുഴപ്പമില്ല, ഫ്രീ കാർഡാണ്. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. കേളൊക്കെ 74 കിടക്കണത്. കുഴപ്പമില്ല, ഒരു ആവറേജ് സ്റ്റാറ്റ്സ് എന്ന് പറയാം. സോ വീക്ക് ഫുട്ട് യൂസേജ് ഒക്കേഷനിലാണ്. വീക്ക് ഫുട്ട് ആക്യുറസി ഹൈ, ഫോം സ്റ്റാൻഡേർഡ്, ഇൻട്രസ്റ്റിന് മീഡിയം ആണ്. സോ സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റൻ്റ് ആണ് ഡബിൾ ബൂസ്റ്ററായിട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ. സോ നിങ്ങൾ അതന്നെ കൊടുത്താൽ മതി. സോ സ്കിൽസ് വന്നിരിക്കുന്നത് ട്യൂബ് ടേൺ ഉണ്ട്, അതുപോലെ തന്നെ ഹെഡിങ് ഉണ്ട്, ലോങ് റേഞ്ച് കെർലർ ഉണ്ട്, ആക്രോബാറ്റിക് ഫിനിഷിംഗ് ഉണ്ട്, ഫസ്റ്റ് ടൈം ഷോട്ട് ഉണ്ട്, ഫിനോമിനൽ ഫിനിഷിംഗ് ഉണ്ട്, പിൻ പോയിന്റ് ക്രോസിംഗ് ഉണ്ട്, ഗെയിംമാൻഷിപ്പ് ഉണ്ട്, ഏരിയൽ സുപ്പീരിയറിറ്റി ഉണ്ട്, ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്. സോ ഫിനോമിനൽ ഫിനിഷിംഗ് പറഞ്ഞ സ്കില്ലാണ് നമുക്ക് ഈ പ്ലെയർ അവൈലബിൾ ആയിരിക്കുന്നത്. സോ ഇതിൽ നിങ്ങൾ എന്തായാലും ആഡ് ചെയ്യേണ്ടത് ഡബിൾ ടച്ച് ആഡ് ചെയ്യുക, 1 ടച്ച് വാസ് എഴുതുക, ഔട്ട്സൈഡ് കളർ ആഡ് ചെയ്യുക, ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ഷൂട്ടിംഗ് സ്കില്ല് റേസിംഗ് ഷോട്ടോ ഡിപ്പിംഗ് ഷോട്ടൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ അടിപൊളിയായിരിക്കും. എന്തായാലും നിങ്ങൾ ഇതൊക്കെ ആഡ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ആളൊരു പക്ക ഒരു കട്ട CF ആയിട്ട് നമുക്ക് തോന്നും. സോ കാണുമ്പോൾ ഇതൊരു 8 ലുക്കൊക്കെ ഉണ്ട്, 8 ലൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ സെനഗലിൻ്റെ കാർഡാണ്. അപ്പോൾ നമ്മളെന്തായാലും ഈ സ്കോഡ് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മളുടെ ഈ ഡൊയ്ഫിൻ്റെ റിവ്യൂ എടുക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. മാർക്കിനസ് ടു ഹസാർഡിന് വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഹസാർഡ് ആൻഡ് ഇറ്റ്സ് ഡൊയ്ഫ് ആണ്. ഓക്കെ ഡൊയ്ഫ്, ഓക്കെ നൈസ് ടേൺ, ഓക്കെ നൈസ് റൺ. അടുപ്പിച്ച് നോക്കാം. ഡൊയ്ഫ് ഒരു കേട് കൊടുത്തിട്ടുണ്ട്. എടാ സേവ് ഇട്ട ക്രോയ്ഫ് അടിച്ചേ. ഓക്കെ ക്രോയ്ഫ് അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഡൊയ്ഫിൻ്റെ ആയിരുന്നു നൈസ് റണ്ണും കാര്യങ്ങളൊക്കെ. എന്തായാലും ക്രോയ്ഫ് അടിച്ചിട്ടുണ്ട്, നൈസായിരുന്നു ഗൈസ്. ക്രോയ്ഫ് റൈക്കാർഡ്, ഡൊയ്ഫ് എവിടെ? ഓക്കെ ഡൊയ്ഫാണ് ഗൈസ്. ഡൊയ്ഫ് ഓക്കെ നൈസ് ഡബിൾ ടച്ച്. എടാ ഇന്റർസെപ്റ്റ് ചെയ്തടാ. ലോപ്പസ് കിടന്നിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ ഡൊയ്ഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡൊയ്ഫാണ് ഡബിൾ ടച്ച് ഉണ്ട്. എടാ ചൂപ്റ്റേണ വന്ന്. ഓക്കെ ഡൊയ്ഫ് എടുത്തിട്ടുണ്ട്. ഡൊയ്ഫ് ഗോൾ ഗൈസ്. അപ്പോൾ രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. സോ ഇത്തവണ നമ്മൾ എന്തായാലും ഡൊയ്ഫാണ് അടിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഡൊയ്ഫിൻ്റെ തന്നെ ആയിരുന്നു ട്രൈ. ഡൊയ്ഫ് ഗോൾ അടിച്ചു പക്ഷേ. ഓക്കെ ഹസാർഡ് ആൻഡ് ഇറ്റ്സ് ഡൊയ്ഫ്. ഡൊയ്ഫ് എടുക്കും മുത്തേ. ഓക്കെ ഡൊയ്ഫാണ്. ഡൊയ്ഫ് എവിടെ അടുപ്പിച്ച് നോക്കാം. ഡൊയ്ഫ് ലെറ്റ്സ് ഗോ. ഏതാ ഫിസിക്ക് മോനെ, ഫിസിക്ക് സീൻ ഇട്ടോ. നന്നായി ഫിസിക്ക് ബാറ്റിലിട്ടാണ് സാധനം അടിച്ചിരിക്കുന്നത്. സോ രണ്ടാമത്തെ അല്ലെങ്കിൽ ഡൊയ്ഫ് ഗോൾ അടിച്ച് തുടങ്ങിയിട്ട് കേട്ടോ. ക്രോയ്ഫ് എടുക്ക്. ഓക്കെ ഓട്ടോ ആൻഡ് ഇറ്റ്സ് ക്രോയ്ഫ്. ഓക്കെ ക്രോയ്ഫിനോട് ഏറ്റ് കൊണ്ടുവരാം. ഓക്കെ ഒരു ക്രോസ് കൊടുക്കാം. ഡൊയ്ഫ് അവിടെ ഇല്ലേ. ഓക്കെ ഡൊയ്ഫ് ലെറ്റ്സ് ഗോ. അപ്പോൾ ഡൊയ്ഫ് വീണ്ടും ഗോൾ അടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. കിട്ടില്ല, നൈസായിരുന്നു ഇത്തവണ ഹെഡ്. ചൗമനി ആൻഡ് ഡൊയ്ഫ് ക്രോയ്ഫ്. എടാ പെനാൽറ്റിടാ. ഓക്കെ പെനാൽറ്റിയാണ് ഗൈസ്, പെനാൽറ്റി ആണ് കേട്ടോ. ക്രോയ്ഫും ഡൊയ്ഫിൻ്റെ രണ്ടും പറയുമ്പോൾ ഒരു രസമുണ്ട്. രണ്ടുപേരും ഒരു കോർഡിനേഷൻ പ്ലെയർ. എന്തായാലും പെനാൽറ്റി വിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും പെനാൽറ്റി നമുക്ക് ഡൊയ്ഫിനോട് തന്നെ ഇടിപ്പിക്കാം. ഓക്കെ ഡൊയ്ഫ് അവിടെ. ഓക്കെ ഡൊയ്ഫ് കിടക്കണു. ഡൊയ്ഫിനോട് ഇടിപ്പിച്ച് നോക്കാം നമുക്ക്. ഓക്കെ നമുക്ക് എന്തായാലും റൈറ്റ് ചിക്കൻ അടിക്കാം. ഗോൾ അവിടെ. ഓക്കെ ഗോളായിട്ട് ഗൈസ്. ഓക്കെ ഡൊയ്ഫ് അടിച്ചിരിക്കുകയാണ്. നൈസ്. ക്രോയ്ഫ് റൂമി ഡൊയ്ഫ്. എടാ സേവ് ഇട്ടറാ. ഛേ നക്കാട്ടോമോ ആൻഡ് ഇറ്റ്സ് റൗളാണ് ഗൈസ്. അവിടെ എടുത്ത് ഓട്ടോ എടുത്തിട്ടുണ്ട്. നൈസ് വൺ. ഓക്കെ റൂമിക്ക് കൊടുക്കാം. ഓക്കെ റൂമി ഡൊയ്ഫിനെ വെച്ചിട്ടുണ്ട്. ഡൊയ്ഫ് അടിച്ചു മുത്ത. ഡൊയ്ഫ് എടാ ബാർ ഇടച്ചേ പുല്ല്. ഡൊയ്ഫ് ഓക്കെ ക്രോയ്ഫിൻ്റെ നൈസ് ഒരു ടേൺ ആണ്. ഓക്കെ ത്രൂ വെക്കാം ഓട്ടോക്ക്. ഓട്ടോയുടെ നൈസ് ഒരു ക്രോസ് പ്രതീക്ഷിക്കാം നമുക്ക്.
ഓക്കെ ഡോയിഫ് എടാ വീണ്ടും പുറത്തേക്കടാ ചൗമനി ഓക്കെ നൈസ് ഫേക്ക് റൈറ്റ് കാർഡ് ഓക്കെ ഡബിൾ ടച്ച് എടാ ഡോയിഫ് അടുപ്പിച്ചോക്ക ഡോയിഫ് എടാ സേവ് എടാ അടുപ്പിച്ച റൂമി എടാ അതും പോയോ ക്ലോസ് ചാൻസ് മിസ് ചെയ്തടാ റൂമി ഹസാർഡ് ഓക്കെ നൈസ് ഡോയിഫിനെ വെക്കാം നമുക്ക് ഓക്കെ നൈസ് ഡോയിഫിനെ ടേൺ അടിപ്പിക്കാം ഓക്കെ നൈസ് ഓക്കെ ഡോയിഫാണ് അടുപ്പിച്ചോക്ക ഓക്കെ ഡോയിഫ് എടാ സേവ് ഇട്ടാ നൈസായിട്ട് ആക്സിലേറ്റ് ചെയ്ത് പോവായിരുന്നു ഒരു കോർണർ കിട്ടിയിട്ടുണ്ട് ഗൈസ് ഓട്ടോയാണ് നമുക്ക് എന്തായാലും 6 അടിക്ക് മുന്നോട്ടൊന്ന് ഔട്ട് സൈഡ് കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ല കോർണറായി മതിയായിരുന്നു ഓക്കെ എടാ ഡോയിഫിക്ക് വഴി ബട്ട് ഗോൾ എടുത്തറ ഓ ക്രോയിഫാണ് ഗൈസ് ക്രോസ് വെച്ചോക്കാം ഓക്കെ ഡോയിഫിനെ വെക്കാം ഡോയിഫ് എടാ വേണ്ടേക്ക് എടുത്ത് റൈറ്റ് കാർഡ് ഓട്ടോ ഓക്കെ ഡോയിഫ് എടുത്തിട്ട് നൈസ് ഗോൾ ഓക്കെ ഡോയിഫ് കൊണ്ട് സ്കോർ ചെയ്തിരിക്കാൻ കേട്ടോ ഗൈസ് കുഴപ്പമില്ല അല്ല പൊസിഷനിങ് ഒക്കെ തരുന്നുണ്ട് മൂപ്പര് ചൗമിന് എടുത്ത മുത്തേ ഓക്കെ ഡോയിഫ് ആൻഡ് ഇറ്റ്സ് റൂമിനിങ് ഡോയിഫ് റൈഡിന് എടുക്കുന്നുണ്ട് ആൻഡ് ഡോയിഫിന് കിട്ടിയിട്ട് അടുപ്പിച്ചൊക്കെ ഡോയിഫ് ഏതാ റണ്ണ് മോനെ ടേൺ എടുത്ത് റൺ ചെയ്ത് നോക്കുക അത് പൊളി സാധനം ഒന്നും പറയാലോ പാസും പെട്ടേ ഓക്കെ ഓട്ടോ ഡോയിഫ് നൈസ് ഡോയിഫ് ടേൺ എടുത്തേ ഓക്കെ ഒന്ന് ആക്സലൈറ്റ് ചെയ്ത് അടുപ്പിച്ച് നോക്കാം ഓക്കെ അടുപ്പിച്ച് നോക്കാം ഡോയിഫ് എൻ്റെ പൊന്നാളിയാ സീൻ ഗോൾ ഇന്നത്തെ കിടിലൻ ഗോളി തന്നെ ഒരു രക്ഷയില്ലാത്ത ഗോളായി ഗൈസ് ഡോയിഫിന് അത് വീക്കുട്ടിലാണ് കേട്ടോ പൊളി സാധനം ചൗമനി ആൻഡ് ഇറ്റ്സ് ഹസാർഡ് ഓക്കെ ഡോയിഫ് എടുത്തിട്ടുണ്ട് ഓക്കെ നൈസ് വൺ ഡോയിഫ് ഓക്കെ അടുപ്പിച്ചോക്കാ ഡോയിഫ് എടാ ഫൗളടാ നാരിസ്റ്റ നല്ലൊരു ഊക്ക് കിട്ടിയതായിരുന്നു അടി ഓക്കെ എന്തായാലും ഫ്രീ കിക്കാണ് റൂമിയാണ് ഡോയിഫിന് ഇഞ്ചുറി ആണ് കേട്ടോ അപ്പം എന്തായാലും ഡോയിഫിന് ഇഞ്ചുറിൻ്റെ സാധനം നമുക്ക് എന്തായാലും പോയി മുക്കിക്ക് വെച്ച് നോക്കാം ഓക്കെ അവിടെ കിടക്കട്ടെ എടാ ഗോളി ഓ അതിന് ഐസായി ഗൈസ് ഒന്നും പറയാല്ലേ കിടിലൻ ഗോളി ഓക്കെ നൈസ് ഓക്കെ റൂമി ആൻഡ് ഇറ്റ്സ് ഡോയിഫ് അടുപ്പിച്ചോക്ക ഡോയിഫ് ഗോൾ ലെറ്റ്സ് ഗോ നെക്സ്റ്റ് ഗോൾ അടിച്ചിട്ട് ഡോയിഫ് അപ്പോൾ ഡോയിഫ് സ്കോറിങ് എന്തായാലും പെടായിട്ട് തന്നെ വരുന്നുണ്ട് ഒന്നും പറയല്ല ഡോയിഫിന് വെച്ചിട്ട് ടേൺ എടുക്കാം ഓക്കെ നൈസ് വൺ ഒന്ന് സ്പ്രിന്റ് അടിക്കാം ഓക്കെ അടുപ്പിച്ചോക്ക ഡോയിഫ് ഓ ചെങ്ങായി നൈസാണ് കേട്ടോ ഫ്രീ കാർഡാ പറഞ്ഞിട്ട് കാര്യമില്ല ആളെ പൊളി തന്നെയാണ് ഒന്നും പറയല്ല ഓക്കെ ചൗമിനി ആൻഡ് ഇറ്റ്സ് ഹസാർഡ് ചൗമിനി ഡോയിഫിന് വെക്കാം ഓക്കെ ഡോയിഫ് ടേൺ എടുക്കാം ഓക്കെ നൈസ് വൺ ഓക്കെ അടുപ്പിച്ചോക്കാം ഡോയിഫ് എൻ്റെ പൊന്നാളി ആള് സ്പ്രിന്റ് അടിക്കും നല്ല ഡേ കൂടെ കയറി പോകണ്ടല്ലോ പൊളി സാധനം നൈസായി ഓക്കെ ഹസാർഡ് ആൻഡ് റൂമിനിങ് ഡോയിഫാണ് ഗൈസ് ഓക്കെ ഫേസ് ഷോട്ട് ഇടാം ഓക്കെ അടുപ്പിച്ചോക്കാം ഡോയിഫ് പൊളി ഗോള് മോനെയാണ് ഇയാൾ കുഴപ്പമില്ല കേട്ടോ നൈസാണ് ഒരു 8 ലൈറ്റ് എന്നൊക്കെ പറയാം റൈറ്റ് കാർഡ് എടുത്തിട്ടുണ്ട് മുത്തേ ഹസാർഡ് ആൻഡ് ഇറ്റ്സ് ഡോയിഫ് ഓക്കെ ഹസാർഡ് ഡോയിഫിൻ്റെ വെച്ചിട്ടുണ്ട് ഓക്കെ അടുപ്പിച്ചോക്കാം ഡോയിഫ് മുത്ത ചെങ്ങായി സീനിട്ടോ നല്ല പൊസിഷനും കൊണ്ട് നന്നായി റണ്ണൊക്കെ എടുക്കുന്നുണ്ട് മൂപ്പര് ഡോയിഫ് കൊണ്ട് എടുത്തിട്ടുണ്ട് റൈറ്റ് കാർഡ് ഹസാർഡ് ഡോയിഫിന് വെക്കാം ഓക്കെ നൈസ് വൺ ഓക്കെ ഒരു ഫേക്ക് ഇടാം ഓക്കെ ഡോയിഫ് അടുപ്പിച്ചോക്കാം ഡോയിഫ് പൊളി മോനെ പൊളി ഒന്നും പറയല്ലേ കിടിലൻ കാർഡ് കേട്ടോ മച്ചാനെ ഒരു രക്ഷയില്ല കിടിലൻ അവിടെ പോയി എടുത്തോ കിടിലൻ കാർഡ് ഒന്നും പറയല കേട്ടോ അപ്പോൾ ഗൈസ് നമ്മുടെ ഡോയിഫിനെ കുറച്ച് കളിയൊക്കെ കളിപ്പിച്ചു ഞാനൊരു 11 കളി കളിപ്പിച്ചു പറയാം സോ അതിൽ 18 ഗോളാണ് മൂപ്പർ അടിച്ചു കൂട്ടിയത് ഒരു രക്ഷയില്ല വേറെ ലെവല് കാർഡിനെയാണ് ഇപ്പോൾ കിട്ടിയ നിലവിലെ സാഹചര്യത്തിൽ ആൾ അടിപൊളിയാണ് പ്രത്യേകിച്ച് ഫ്രീ കാർഡാണ് അപ്പോൾ ഫ്രീ കാർഡിൽ എനിക്ക് തോന്നുന്നു ടോപ്പായിട്ട് റേറ്റിംഗ് വന്ന കാർഡ് ഇത് തോന്നുന്നുണ്ട് സോ ഇത് ആഫ്രിക്കൻ നേഷൻസ് കപ്പിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഫ്രീ എന്നാണ് ലിവർപൂളിൻ്റെ ടോയ്ഫാണ് കേട്ടോ സെനഗലിലൊക്കെ സോ ആള് അത്യാവശ്യം കിടലായിട്ട് തന്നെ കളിക്കുന്നുണ്ട് ക്യൂബർ മെയിനായിട്ട് തോന്നിയത് ആളുടെ ആക്സലേഷനാണ് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആളങ്ങോട്ട് കയറി പോയിക്കോളും ഓക്കെ 8 പോകുന്നുണ്ടല്ലോ അതുപോലെ പിന്നെ ഫിസിക്കോൾ അത്യാവശ്യം കിടലായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല പിന്നെ എനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നിയത് ഡ്രിബിൾ ചെയ്യുമ്പോഴാണ് ഡ്രിബിളിങ് കുറച്ച് ഇതായിട്ട് തോന്നുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ബെറ്റർ ആയിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് പറയാം എന്തായാലും നിങ്ങളുടെ എടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യട്ടോ എനിക്കാൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് തന്നെ തരേണ്ടത് പിന്നെ ഏരിയലായിട്ട് നോക്കുമ്പോൾ ആള് ഈ പറഞ്ഞ പോലെ ഹൈറ്റ് 180 അത്യാവശ്യം ഉണ്ടെങ്കിലും ബട്ട് എന്നാലും ഗെയിമിൽ ഹെഡൊക്കെ ചെയ്ത് കുറച്ചൊക്കെ എന്നാലും ഹെഡിനോടധികം ഇതാക്കി കൊടുക്കണ്ട ഞാൻ പറയുള്ളൂ മെയിനായിട്ട് നിങ്ങൾ ഈ 8 റൂമീനോ കളിപ്പിക്കില്ലേ ആ ലെവല് കളിപ്പിച്ചാൽ മതി ആളെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യും എല്ലാവർക്കും എടുക്കാവുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ആഫ്രിക്കൻ നേഷൻസ് കപ്പ് പോയിട്ട് കളിക്കുക കപ്പടിക്കുക അതിൽ റിവാർഡായിട്ട് മൂപ്പരെ കിട്ടും സോ കൊണാമി കൊണ്ടുവന്നൊരു നല്ലൊരു ഇതാണ് എൻ്റെ ഒരു ഇതിലിട്ടോ എന്തായാലും നന്നായി ഇതുപോലെ റേറ്ററായിട്ടുള്ള പ്ലേയേഴ്സൊക്കെ ഫ്രീ തരുമ്പോൾ അടിപൊളിയായിരിക്കും F2P കളിക്കാൻ കിടലായിരിക്കും എന്തായാലും ഗൈസ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തോടെ വീണ്ടും കാണാം അതായിരിക്കും ബൈ